ലൈക്ക് അടിക്ക്, ഫോളോ ചെയ്യുന്ന പറയുന്നില്ലേ, അതുപോലെ ഉള്ള കാര്യങ്ങൾ വെച്ച് കൊടുത്ത് ലൈക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് തരും. അപ്പോൾ നിന്റെ തിയറികളോട് യോജിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക്. അപ്പം ഞാൻ അതിലെഴുതിയ ആ ചാളയ്ക്ക് 500 രൂപയാണ്, ചെമ്മീന് 250 രൂപയാണ്, അതുകൊണ്ട് ഞാൻ ചെമ്മീൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതിയല്ലോ. അത് സണ്ണിക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ വായിച്ചത്. അതെ. അപ്പം എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാഞ്ഞേ? അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കഥയിലും ഞാൻ ലൈക്ക് ചെയ്യാറില്ല. എല്ലാത്തിനും ഞാൻ ലൈക്ക് ചെയ്യാറില്ല. അത് ഒരു കേസിനും അല്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ. സണ്ണി ഏതാ ലൈക്ക് ചെയ്തതെന്ന് എനിക്കറിയാലോ. വളരെ വളരെ അപൂർവം കാര്യങ്ങൾക്ക് സണ്ണി ലൈക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ 1000 കാര്യങ്ങൾ എഴുതുന്നുണ്ടല്ലോ. ഞാനൊരു 1000 കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അതിൽ ഒരു കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ വളരെ അപൂർവമായിട്ടേ സണ്ണി ലൈക്ക് ചെയ്യാറുള്ളൂ, അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ അപൂർവമായിട്ട് ഞാൻ ലൈക്ക് അടിക്കാറ് മതിയുള്ളൂ. ലൈക്ക് അടിക്കാറുള്ളൂ, എല്ലാത്തിനും ലൈക്ക് ചെയ്യാറ്. കമന്റ് അങ്ങനെ ആർക്കും എഴുതാറില്ല. അതിപ്പോ മോള് അവിടുന്ന് ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വന്നിരുന്നു യൂട്യൂബില്. അപ്പൊ അതില് ഞാൻ കമന്റ് അയച്ചു, ഇതിനൊക്കെ എവിടുന്ന സമയം കാണണമെന്ന് ചോദിച്ചിട്ട്, ഞാൻ അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടി കാണും. അതുപോലെ വളരെ അതിനവള് തിരിച്ച് ചെയ്തില്ലേ? ഇല്ല. അത് ശരി. അതിന് തിരിച്ച് ചെയ്തിട്ടില്ല. അതുപോലെ വളരെ റയറായിട്ട് കാണുന്ന എന്തെങ്കിലും കേസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കും കൂടി അത് കാണുമ്പോൾ യെസ് എന്ന് തോന്നുന്നപ്പോൾ ഒരു പെണ്ണ് ലോറി ഓടിക്കുന്നു. ജീവിതമാർഗമാണ്, എനിക്കൊരു ലൈക്ക് തരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊന്ന് ലൈക്ക് അടിച്ചു കൊടുത്തു. അത് ശരി. അങ്ങനെ അപൂർവം ചിലതിന് മാത്രം ഞാൻ ലൈക്ക് അടിക്കാറുള്ളൂ. അതുകൊണ്ട് ഒന്നാമതിൽ എനിക്ക് ഈ മൊബൈലുമ്പോൾ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, കളിക്കേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് അടിക്കാണ്ട് വെറുതെ നമ്മൾ പതുക്കെ ടച്ച് ചെയ്താൽ ലൈക്ക് ആയില്ലോ. പക്ഷെ കാണൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയും. അതായത് ഇതിന്റെ കഴിവുകൊണ്ടോ അറിവുകൊണ്ടോ അല്ല, ആ ഒരു ശീലം സണ്ണിക്കില്ല. ഒന്നാമതിൽ മൊബൈൽ കിട്ടിയത് വളരെ വൈകിട്ടാണ്. എത്ര വർഷമായി മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്? മൊബൈൽ കിട്ടിയിട്ട് ഒരു കഷ്ടി 1 വർഷമാണ് ഈ മൊബൈൽ കിട്ടിയിട്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇതെങ്ങനെ ടച്ചിങ് അല്ല? അത് ശരി. അപ്പോൾ നല്ല മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 1 വർഷമായി. അതിന്റെ പേരിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കളികളൊന്നും. ഇതിലിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം അതെടുത്തണ്ട? അത് കാണാറുണ്ടോ? അത് കാണാറൊന്നുമില്ല. ഇല്ല, അത് ഉപയോഗിക്കാറില്ല. അതൊന്നും ഉപയോഗിക്കാറില്ല. ഫേസ്ബുക്കാണ് ഉപയോഗിക്കുക. ഫേസ്ബുക്കും യൂട്യൂബും. മെസ്സഞ്ചർ നോക്കും. വാട്സപ്പ് നോക്കും. മെസ്സഞ്ചറും വാട്സപ്പും നോക്കും. അത്രേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ വാട്സപ്പിലൊക്കെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി തരുന്നൊന്നും കണ്ടിട്ടില്ല. ഇല്ല. അതെന്താ? അതൊന്നും ഞാൻ പറഞ്ഞില്ലേ. എല്ലാത്തിനും ഈ വാട്സപ്പിൽ വന്ന കേസുകളൊന്നും ഈ വോയിസ് മെസ്സേജൊക്കെ വരാറ് പതിവുണ്ട്. ഞാൻ നോക്കാറില്ല അതൊന്നും. അത് ശരി. ആകെ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഫോൺ വിളിക്കാൻ മാത്രം. അത് ശരി. ഈ ഇറ്റലിയിലേക്ക് ഫോൺ വിളിക്കാൻ മാത്രം. ഇറ്റലിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇപ്പം മക്കൾക്ക് 2 പേർക്കും പിന്നെ വൈഫിനും ഫോൺ വിളിക്കാൻ മാത്രമേ വാട്സപ്പ് ഉപയോഗിക്കാറുള്ളൂ. അത് ശരി. അല്ലാതെ അതിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുക, അത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. യൂട്യൂബ് നോക്കും, ഫേസ്ബുക്ക് നോക്കും. അത് കുറേ നേരം നോക്കും. അത് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കും, TV വയ്ക്കും. അത് ശരി. പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാൻ കണ്ണ് കാണില്ല. കണ്ണ് കാണണമെങ്കിൽ പത്രം വായിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? കണ്ണ് കാണുകയാണെങ്കിൽ പത്രം വായിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പത്രം വായിക്കും. അപ്പോൾ പത്രം വായിക്കണം, TV വായിക്കണം, യൂട്യൂബ് നോക്കണം, പിന്നെ മെസ്സേജ് നോക്കണം, അല്ലേ? ഇത്രയും കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യുന്നുള്ളൂ. ഇനിയുള്ള ജീവിതം ഇങ്ങനെ ഈ മുറിക്കുള്ളിൽ തന്നെ ആയിരിക്കില്ലേ? അതിൽ വിരോധമൊന്നും തോന്നുന്നില്ല, നിരാശയില്ല? അങ്ങനെയല്ല. ഞാൻ ആദ്യമേ തൊട്ട് ഒറ്റയ്ക്കായതിൻ്റെ പേരില്ലേ, പണ്ട് മുതലേ ഒറ്റയ്ക്കാണ്. ചെറുപ്പകാലം മുതൽ ചെറുപ്പം ചങ്ങാലൂര് പോയി അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഈ പറഞ്ഞ മാതിരി വേറെ കൂടുമൊന്നുമില്ല അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കുറച്ച് നാൾ തൃശ്ശൂർ നടന്നു. അത് കഴിഞ്ഞ് പൊന്നാനി പോയി, അവിടെ ഒറ്റയ്ക്ക്. ബന്ധുക്കളും കൂട്ടുകാരും ഇല്ലല്ലോ.
ഒരു 10-20 കൊല്ലം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഗൾഫിൽ പോയി, അവിടെ ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇറ്റലിയിൽ പോയി. ഇറ്റലിയിൽ പോയിട്ടും പെണ്ണിൻ്റെ കൂടെ ഒന്നും അധികം നാളും ഉണ്ടായില്ല. 4 കൊല്ലം ഒക്കെ ഒരുമിച്ച് താമസിച്ചുള്ളൂ. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് മുപ്പത്തിയാറായിട്ട് പണങ്ങി. അവിടെയും ഈ പറഞ്ഞ മാതിരി